തുടർന്നു അല്പസമയം ശാന്തമായി ദൈവത്തിൽ ചിന്തിപ്പാനായ വിവരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്നു. പ്രാരംഭമായ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 10-ാം വാക്യം. അനന്തരം ആ ദാസൻ 10 ഒട്ടകങ്ങളെയും വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസൊപ്പൊത്താമിയയിൽ നാഹോരിന്റെ പട്ടണത്തിൽ ചെന്നു. 10 ഒട്ടകങ്ങളെയും യജമാനനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. അബ്രഹാമിന്റെ ദാസനായിരിക്കുന്ന എലയാസർ തന്റെ പ്രിയമകനായ പ്രിയപുത്രനായ ഇസ്ഹാക്കിന് വേണ്ടി ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് താൻ കടന്നു പോകുന്ന ഭാഗമാണ് ഈ പശ്ചാത്തലം വിശദീകരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള പരസ്പര പൂരകങ്ങളായ ചില വിഷയങ്ങളെ കുറിച്ചാണല്ലോ നാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചത്. പഴയ നിയമത്തിൽ നിഴലായിരിക്കുന്ന പലതും പുതിയ നിയമത്തിൽ പൊരുളായിരിക്കുന്നു എന്ന് നാം പഠിക്കുകയുണ്ടായി. ടൈപ്പോളജിക്കൽ സ്റ്റഡീസ് എന്നതിനെ കുറിച്ച് പറയുന്നു. പഴയ നിയമത്തിൽ നിഴലാകും, പുതിയ നിയമത്തിൽ പൊരുളായി വെളിപ്പെടുന്നത് കാണാൻ കഴിയും. പഴയ നിയമ പ്രവാചകന്മാർ കാത്തുകൊണ്ടിരുന്നത് ക്രിസ്തുവിനെ ആയിരുന്നു എന്നും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളും ആലോചനകളുമാണ് അവർ പരിശുദ്ധാത്മാവിൽ പ്രഖ്യാപിച്ചിരുന്നെന്നും എഴുതിയിരുന്നെന്നും ഒക്കെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയും. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ വേർതിരിച്ച് കാണുവാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എല്ലാ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതാണ്, ദൈവവിശ്വാസ്യമാണ്, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. പഴയ നിയമം പുതിയ നിയമം, പഴയ നിയമം വേണ്ട എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, അത് തെറ്റാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. പുതിയ നിയമത്തിലുള്ള ചില പൊരുളുകളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നിഴലുകളായി കിടക്കുന്നു ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ 24 നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെയും നമുക്ക് ഒരു ടൈപ്പോളജിക്കൽ സ്റ്റഡീസ് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ അബ്രഹാം തന്റെ പുത്രനായ ഇസ്ഹാക്കിനെ വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ വിവാഹ നിശ്ചയത്തിനായി അദ്ദേഹം പറഞ്ഞു വിടുന്നത് തന്റെ കാര്യസ്ഥനായിരിക്കുന്ന എലയാസറിനെയാണ്. അല്ലെ, എലയാസർ പഴയ നിയമത്തിൽ, എലയാസർ പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. നമ്മൾ ഇത് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. അബ്രഹാം പിതാവായ ദൈവത്തിന് നിഴലായി നിൽക്കുന്നു. സുപുത്രനായ ഇസ്ഹാക്ക് ക്രിസ്തുവിന്റെ നിഴലാണ്. ഇസ്ഹാക്കിന് വേണ്ടി ഒരു മണവാട്ടി അന്വേഷിച്ചാണ് എലയാസർ പോകുന്നത്. മണവാട്ടി ദൈവസഭയാണ്. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി ഒരു ദൈവസഭയെ അന്വേഷിച്ച് പിതാവായ ദൈവം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ പൊരുളിന്റെ നിഴലാകുന്നു ആ വേദഭാഗം. പിതാവായ ദൈവം ക്രിസ്തുവിന് വേണ്ടി പുതിയ നിയമസഭയെ, മണവാട്ടിയ സഭയെ സ്വീകരിക്കുവാൻ സ്വർഗത്തിൽ കാത്തിരിക്കുമ്പോൾ മണവാട്ടി സഭയെ ഒരുക്കുവാനുള്ള ചുമതല എലയാസറിന് കൊടുത്തതുപോലെ പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മണവാട്ടി സഭയെ ഒരുക്കി പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ അവനോടൊപ്പം നിൽക്കുവാൻ തയ്യാറാകുന്ന പൊരുളിന്റെ നിഴലാകുന്നു ഈ വേദഭാഗം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം മോറിയാമലയിൽ ആരെ യാഗത്തിൽ കഴിക്കാനായി കൊണ്ടുപോകുന്നു? ഇസ്ഹാക്കിനെ യാഗത്തിൽ കഴിക്കാനായി കൊണ്ടുപോകുന്നുണ്ട്. ഇസ്ഹാക്കിനെ യാഗം കഴിച്ചോ? കുഞ്ഞുങ്ങൾ പറ. ഇല്ല അല്ലേ? എന്ത് പറ്റി? കത്തിക്കും ഇസ്ഹാക്കിനെ കെട്ടിയിരുന്ന യാഗപീഠത്തിനും ഇടയിൽ ഒരു ദൈവശബ്ദം വെളിപ്പെട്ടല്ലേ, നിന്റെ മകനെ തുടരുത്, സ്പർശിക്കരുത് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ദൈവം ഒരു ആട്ടിൻകുട്ടിയെ, കൊമ്പ് കാട്ടിൽ കുരുക്കപ്പെട്ടതായ ഒരു ആട്ടിൻകുട്ടിയെ ദൈവം കൊടുത്തിട്ട് അതിനെ യാഗം കഴിക്കുന്നത് കാണാൻ കഴിയും. ഈ 22-ാം അധ്യായം യേശു കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങളുടെ നിഴലാണ്. അബ്രഹാം തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനായിരിക്കുന്ന ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ, വിട്ടുകൊടുത്തതുപോലെ, ദൈവ ശബ്ദത്തിന് അനുസൃതമായി തന്റെ പുത്രനെ നൽകിയതുപോലെ പിതാവായ ദൈവം മാനവജാതിയുടെ പാപപരിഹാരത്തിനായി തന്നോടുള്ള സമത്വം നിർത്തിക്കൊണ്ടിരുന്ന സമത്വ
തന്റെ ജനത്തിനു വേണ്ടി കൈമാറിയതിന്റെ നിഴലാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. ഹല്ലേലൂയ. ഇസഹാക്ക് മരണത്തിൽ നിന്ന് ചാരത്തിൽ നിന്ന് പോലും എന്റെ ദൈവത്തിന് അവനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിച്ച അബ്രഹാമിന് വേണ്ടി ഇസഹാക്ക് മടങ്ങി. സാറയോട് പറയാനോ പോകല്ലേ? ഒരു കാര്യം സാറയോട് പറഞ്ഞിട്ടില്ല. യാഗം കഴിച്ച് ഞങ്ങൾ മടങ്ങി വരുമെന്ന് ബാല്യക്കാരോട് താഴെ നിർത്തിയിരുന്നത്. ഇബ്രാഹിമിന്റെ വിശ്വാസം വയ്ക്ക്, അബ്രഹാമിന്റെ വിശ്വാസം വയ്ക്ക്. താഴെ നിന്ന ബാല്യക്കാരോട് നിങ്ങളിവിടെ നിൽപ്പിൽ, ഞാൻ ബാലനുമായി പോയി യാഗം കഴിച്ച് മടങ്ങി വരാം, അല്ലേ? ബാലനെ മുകളിൽ തീർത്ത് കളയുകയില്ല എന്ന് ദൈവത്തിന് അബ്രഹാമിന് ഒരു ഉറപ്പുണ്ടായി. ഒന്നിൽ യാഗം കഴിച്ചാലും, അവനെ വെട്ടിമുറിച്ച് യാഗം കഴിച്ചാലും ദൈവം ആ മോറിയാവനയുടെ മുകളിൽ തന്നെ മകനെ തിരികെ നൽകുകയും ബാല്യക്കാരെ ഭവനത്തിലുള്ള സാറയെ കൊണ്ട് ഈ ഇസഹാക്കിനെ കാണിക്കുവാൻ കഴിയുമെന്ന് അബ്രഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കിയേ. യാഗം കഴിച്ചാലും ദൈവം പിന്നീട് അവനെ എഴുന്നേൽപ്പിക്കുമെന്നും ജീവിപ്പിക്കുമെന്നും തിരികെ ബാല്യക്കാരെ കാണിക്കുവാൻ. അതുകൊണ്ട് സാറയുടെ ഒരു അക്ഷരം വേണ്ടിയില്ല. കാരണം അബ്രഹാമിന് ഉറപ്പുണ്ടായിരുന്നു, കൊണ്ടുപോയ പോലെ തന്നെ എന്റെ കൊച്ചനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഒന്നും അറിയിച്ചില്ല. ഇത് യേശു കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനമുള്ള നിഴലാണ്. ഹല്ലേലൂയ. കർത്താവ് മരണത്തിലേക്ക് പോയി. എന്നാൽ ഹല്ലേലൂയ മരണഭാഷകളെ അറുത്ത് പാതാളവേദനകളെ ഒഴിച്ച് ഹല്ലേലൂയ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. 22 അതിന്റെ നിഴൽ കാണിക്കുന്നു. 23-ാമത്തെ അധ്യായം സാറയുടെ മരണം സംഭവിക്കുന്നുണ്ട്. അത് ഇസ്രായേലിനെ സ്വസ്ഥാനത്ത് നിന്ന് ദൈവം നീക്കിക്കളഞ്ഞ, അതായത് യേശു കർത്താവിനെ യഹൂദന്മാർ ക്രൂശിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ തന്റെ ജനത്തെ അല്പകാലത്തേക്ക് ദൈവം മറക്കുന്ന ഒരു ഭാഗമാണ് ഉൽപ്പത്തി 23-ൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സാറയുടെ മരണം. ഉൽപ്പത്തി 24-ലാണ് മണവാട്ടി സഭയെ കുറിച്ച് കാണാൻ കഴിയുന്നത്. അവിടെ മണവാട്ടി സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കി ക്രിസ്തുവിന്റെ മുമ്പിൽ ക്രിസ്തുവിനെ മണവാട്ടിയാക്കി മാറ്റി സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ എത്തിക്കുന്നത് പോലെ അബ്രഹാം പിതാവിന്റെ അടുക്കൽ എലയാസർ മണവാട്ടിയായിരിക്കുന്ന റിബേക്കയെ ഇസ്ഹാക്കിന് വേണ്ടി ഒരുക്കിക്കൊണ്ടു പോകുന്ന ഭാഗമാണ് 24 നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവന്റെ ഈ ദാസന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒട്ടകങ്ങളിൽ എത്ര? 10 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെ? 10 ഒട്ടകങ്ങളിൽ യജമാനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ടു. അപ്പോൾ ഈ എലയാസർ, പരിശുദ്ധാത്മാവ് നിഴലായിരിക്കുന്ന എലയാസർ വെറുതെ അല്ല പോയത്. അതിന് വിശേഷ വസ്തുക്കളുമായി 10 ഒട്ടകങ്ങൾ നിറച്ചുള്ള വിശേഷ വസ്തുക്കളുമായിട്ടാണ് അവൻ മണവാട്ടിയായിരിക്കുന്ന റിബേക്കയെ കുടുംബത്തെ കാണാൻ പോയത്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ദൈവസഭയെ അന്വേഷിച്ചു വരുന്നത്, അല്ലെങ്കിൽ ദൈവസഭയിൽ വെളിപ്പെടുന്നത് വെറുതെയല്ല. അവനും ചില വിശേഷ വസ്തുക്കൾ നമുക്ക് നൽകാനുണ്ട്. വിശേഷമായ ചില ദാനങ്ങൾ നമുക്ക് നൽകാനുണ്ട്. പരിശുദ്ധാത്മാവ് തന്ന ഒരു ദാനമാണ് അന്യഭാഷ, അല്ലേ? മറ്റ് സമുദായങ്ങൾക്ക്, മറ്റ് ജാതികൾക്ക് ഒന്നും കർത്താവിനെ ഇങ്ങനെ ആത്മാവിൽ ആരാധിക്കുവാൻ, അല്ലേ, സത്യത്തിലും ആത്മാവിലും അന്യഭാഷയിലൊന്നും ആരാധിക്കാൻ കഴിയത്തില്ല. ആ ഭാഗ്യം നമുക്കാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രവചന ശബ്ദം, രോഗസൗഖ്യങ്ങൾ, ദൈവത്താൽ സംഭവിക്കുന്ന വിശേഷമായ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതാണ്. എലയാസർ വിശേഷ വസ്തുക്കളുമായി റിബേക്കയുടെ ഭവനത്തിലേക്ക് പോയതുപോലെ സ്വർഗത്തിലെ ദൈവം തൃത്വത്തിൽ ഒരുവനായിരുന്ന പരിശുദ്ധാത്മാവ് അപ്പോസ്തലപ്രവൃത്തികളുടെ 2-ാം അധ്യായത്തിലേക്ക് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഇറങ്ങി വരികയും വലിയൊരു മുഴക്കം സംഭവിക്കുകയും അന്ത്യജാലം പോലെ പടർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായവരിൽ പതിഞ്ഞ് ഭൂമിയിലേക്ക് അക്ഷരികമായി ഇറങ്ങി വരികയും ദാനങ്ങളെ തന്റെ സഭയ്ക്ക് നൽകുകയും ചെയ്തു. ഒരു സഭ രൂപീകരിക്കപ്പെട്ടു, അല്ലെ? പെട്ടെന്ന് പത്രോസിന്റെ പ്രസംഗം 3000-ഓളം പേർ അടങ്ങുന്ന ഒരു സഭ, മണവാട്ടി സഭ രൂപീകരിക്കപ്പെട്ടു. സഭയ്ക്ക് വിശേഷമായ ദാനങ്ങൾ ദൈവം നൽകി. പ്രവചനം ദൈവം നൽകി, ഇടയന്മാരെ ദൈവം നൽകി, ഉപദേഷ്ടാക്കന്മാരെ ദൈവം നൽകി, പ്രവാചകരെ ദൈവം നൽകി. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ദാനങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയത്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം പലപ്പോഴും നാം ചിന്തിച്ചിട്ടുള്ളതാണ്. ഞാൻ വേഗത്തിൽ ഓടിച്ചത് വായിച്ചു പോവുകയാണ്, നേരം തന്നെ മനസ്സിലാക്കിക്കോണമുണ്ട്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിച്ചു പോകാൻ നമ്മൾ ചിന്തിച്ചതായതുകൊണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നത്, ഞാൻ പോകുന്നത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, അല്ലെ, ഞാൻ പോകുന്നത്
പ്രയാസം നമ്മളോടേക്ക് വരാം. കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയാൽ ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. താഴെ ശ്രദ്ധിച്ചോ, അവൻ വന്ന പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കാതെ പാപത്തെ കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെ കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെ കുറിച്ചും തന്നെ. ഞാൻ ഇതൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. താഴേക്ക് വരുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് കർത്താവ്. 13-ാമത്തെ വാക്യം, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും അടുത്തവൻ. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കുകയില്ല. പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തെ ട്രിനിറ്റി അവിടെ കാണുന്ന ഒരു വേദഭാഗമാണ്. പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ആരിൽ നിന്നോ കേൾക്കുന്നു. പിതാവിൽ നിന്നായിരിക്കാം, പുത്രനിലായിരിക്കാം. അവൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് പ്രവചനം, നാളെ സംഭവിക്കേണ്ടത്, അടുത്ത കാലത്ത് സംഭവിക്കേണ്ട പ്രവചന ശബ്ദങ്ങളെ അവൻ അറിയിച്ചു തരികയും ചെയ്യും. മാത്രമല്ല അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. പരിശുദ്ധാത്മാവിനെ പിതാവിനും പിതാവിനെ പുത്രനും പുത്രനെ പരിശുദ്ധാത്മാവിന് മാറ്റി നിർത്താൻ കഴിയത്തില്ല. നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ്. വിശ്വസിക്കുന്നുണ്ട്. സാക്ഷികൾ പറയുന്നത് പോലെ അവൻ പിതാവായിരിക്കുന്ന യഹോവ മാത്രമല്ല, അവൻ പുത്രനായിരിക്കുന്ന ദൈവമാണ്. അവൻ പരിശുദ്ധാത്മാവാകുന്നു. അതുകൊണ്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തെ എവിടെ നമുക്ക് കാണാൻ കഴിയുന്നു? അവൻ പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാ ഭൂമിയിലായിരിക്കുന്നത് പുത്രനെ മഹത്വപ്പെടുത്താണ്. പരിശുദ്ധാത്മാ നമ്മിൽ കൂടെ മഹത്വപ്പെടുത്തുന്ന ആരെയാ? യേശു കർത്താവിനെ മഹത്വപ്പെടുത്തുക. പരിശുദ്ധാത്മാവ് സ്വയമായി എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല. അവൻ കേൾക്കുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും നമുക്ക് അറിയിച്ചു തരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ശ്രദ്ധിച്ചാലേ നാം ഇറങ്ങിച്ചെന്നവരുടെ ഭാഷ കലക്കിക്കളയുക, നാം ഒരുമിച്ച് മനുഷ്യനെ ഉണ്ടാക്കുക, എല്ലാം ചെയ്യുന്നത് അവർ ഒരുമിച്ചാണ്. പിതാവിനെ പുത്രനെ, പുത്രനെ പിതാവിൽ നിന്നും പുത്രനെ പരിശുദ്ധാത്മാവെന്ന് മാറ്റി നിർത്താൻ കഴിയത്തില്ല. നാം ചെല്ലുക, നാം ചെയ്യുക എന്നുള്ള ശബ്ദങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പിതാവായ ദൈവം പുത്രനെ തന്റെ പ്രവചന നിവർത്തിക്ക് ശേഷം എന്തായിരുന്നു പ്രവചന നിവർത്തി? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നുള്ള പ്രവചന നിവർത്തി കർത്താവിന്റെ ക്രൂശീകരണത്തിന് സംഭവിക്കുകയും കർത്താവിന്റെ ക്രൂശുമരണത്തിന് ശേഷം ഉയർത്തപ്പെടുകയും ചെയ്തതിനു ശേഷം താൻ പോയിട്ട് പിതാവിനോടൊപ്പമായിരുന്ന പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുന്നു. ആദ്യത്തെ അത്ഭുതം പ്രവർത്തികളിൽ സംഭവിക്കുമ്പോൾ ജനമെല്ലാം ഭയപ്പെട്ട് മഹാപുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള സംഘം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ഭാഗമുണ്ട്. 2:33 പ്രവർത്തികളുടെ പുസ്തകം. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. ആര്? യേശു ക്രിസ്തു. ഞങ്ങളോട് കൂടെ നടന്നവൻ, 3.5 വർഷം ഞങ്ങളോടൊപ്പം ആയിരുന്നവൻ. അവൻ പിതാവിന്റെ വലതുഭാഗത്തേക്ക് പോയി ആരോഹണം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അപ്പൊ കാണാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കേൾക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരും കൂടെ സംഭവിക്കണം? പരിശുദ്ധാത്മാവിൽ കൂടെ സംഭവിക്കണം. ശുശ്രൂഷിക്കുന്നവരേക്കാൾ അവരിൽ കൂടെ വെളിപ്പെടും. അവരെക്കാൾ അപ്പുറമായി പരിശുദ്ധാത്മാവിൽ എന്തെങ്കിലും സംഭവിക്കണം. അന്യഭാഷ കേൾക്കാൻ കഴിയുന്നത്, സൗഖ്യം കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പ്രവചനം കേൾക്കാൻ കഴിയുന്നത്, അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ അപ്പോസ്തലൻ പറയാം, നിങ്ങൾ ഈ കാണുന്നത് കേൾക്കുന്നത് ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഞങ്ങളുടെ ബലം കൊണ്ടോ സംഭവിച്ചതല്ല. ഒരുവൻ ഭൂമിയിലായിരുന്നവൻ സ്വർഗത്തിലേക്ക് പോവുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും സ്വർഗത്തിലായിരുന്ന ഒരു കാര്യസ്ഥൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്തതിന്റെ തെളിവായി സംഭവിക്കുന്നത്. സന്തോഷമുള്ള കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാ നമ്മുടെ കൂടെ ഉണ്ട്. എന്താ ഈ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്? എന്താ ഈ അടയാളങ്ങൾ സംഭവിക്കുന്നത്? എന്താ ഈ വീര്യപ്രവൃത്തികൾ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് വചനത്തെ ഉറപ്പിക്കുന്നതിന്റെ പിന്നിൽ ആരാണ്? ഒരുവൻ ഈ ലോകത്തിലുണ്ട്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യാവരിക്കുന്നു.
വിശദീകരിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയം എന്റെ മുമ്പിലുള്ള നിന്ന് തീരുകയില്ലെന്ന് എനിക്ക് അറിയാം. 24-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. അതേ 24 മുതൽ 36 വരെ. ഞാൻ അബ്രഹാമിന്റെ ദാസൻ, ഏറ്റവും അനുഗ്രഹിച്ചു, മഹാനായി തീർന്നു. പരിശുദ്ധാത്മാവിന്റെ നിഴലായിരിക്കുന്ന എലിയാസർ മണവാട്ടി സഭയായിരിക്കുന്ന റിബേക്കയോട് പിതാവായ ദൈവത്തെ അബ്രഹാമിനെ പരിചയപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആരിൽ നിന്നുള്ളത് എടുത്ത് നമുക്ക് തരും? പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നുള്ളത് നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്, അറിയിച്ചു നൽകും. പിതാവായ ദൈവത്തെ കുറിച്ചും പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചും അറിയിക്കുന്നവരാണ് പരിശുദ്ധാത്മാവ്. തന്റെ യജമാനെ കുറിച്ച് താൻ അറിയിച്ചു. തന്റെ യജമാനെ കുറിച്ച് അറിയിച്ചപ്പോൾ അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞാണ് അല്ലെ. മോറിയ മലയുടെ മുകളിൽ സുപുത്രനെ യാഗമായി കഴിക്കാനൊക്കെ കൊണ്ടുപോയിരുന്നു അല്ലെ. അപ്പോൾ കൊണ്ടുപോയപ്പോൾ എന്ത് ചെയ്തു? ഒരു വെളിപ്പെട്ടു, ഒരു ശബ്ദം വെളിപ്പെട്ടു. ഹല്ലേലൂയ. അവന് തുടർന്ന് കൽപ്പിച്ചു, മകനുമായി അവൻ മടങ്ങി വന്നു അല്ലെ. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു കാണുമല്ലേ അല്ലെ. കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യനായിരുന്നു. തേജോവനായ ദൈവത്തെ കണ്ട് പുറപ്പെട്ട മനുഷ്യൻ. അബ്രഹാമിനെ കുറിച്ച് വിശദീകരിച്ചു കാണും. സാറയെ കുറിച്ച് വിശദീകരിച്ചു കാണും. പുത്രോത്പാദന ശേഷി നഷ്ടപ്പെട്ടവൾ. ഹല്ലേലൂയ. സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായിരുന്നു. 3 ദൂതന്മാർ 3 പുരുഷന്മാർ കടന്നു വന്നു. പമ്പരയുടെ തോപ്പിലിറങ്ങി അത്ഭുതം സംഭവിച്ചു. യിസ്ഹാക്ക് ജനിച്ചു. ഹല്ലേലൂയ. എലിയാസർ ദൈവം ചെയ്ത സകല പ്രവർത്തികളെ കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞു കാണും അല്ലെ. അവരെല്ലാം വിശദീകരിച്ചു കൊടുത്തു. സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 31-ന്റെ 32 വാക്യങ്ങൾ. ഇപ്പോൾ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൽ കൂടെ ഭൂമിയിൽ നിന്ന് ശ്രദ്ധിച്ചോ, പരിശുദ്ധാത്മാവിൽ കൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട ക്രിസ്തു പരിശുദ്ധാത്മാവിൽ കൂടെ അവനിലേക്ക് നമ്മെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നമ്മളിവിടെ ഹല്ലേലൂയ ഇപ്പോൾ കേട്ടതുപോലെ തരം സമ്പാദിച്ച് ജോലി ചെയ്തു, ഹല്ലേലൂയ, കാർ വാങ്ങി വീട് വാങ്ങി ജീവിച്ചു തീർന്നു പോകത്തില്ല ഇവിടെ. ഹല്ലേലൂയ. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. ഒരുവൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഹല്ലേലൂയ. അവൻ മണവാട്ടി സഭയായ നമ്മെ പരിശുദ്ധാത്മാവിൽ ഒരുക്കിക്കൊണ്ടിരിക്കുക. അവൻ നമ്മെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓ, ആ ഉയരത്തിൽ നിന്ന് ഒരുവൻ നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ മടങ്ങി വരവ്, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ നിന്ന് അവനോടൊപ്പം ചേരുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സത്താരകഥ അടകലകല തുണിയാടകപദ രഹസ്യാവന. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട ആമേൻ പരിശുദ്ധാത്മാവിനെ തന്റെ ജനത്തിന് നൽകിയതിന്റെ കാരണം തന്റെ ജനത്തെ ഒരുക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. തന്റെ മണവാട്ടി സഭയെ ചേർക്കുന്ന ഒരു ദിനമുണ്ട്. നാം അത് കേട്ടിട്ടുണ്ടല്ലേ. വാനമേഘത്തിൽ കുതിരപ്പുറത്ത് ഹല്ലേലൂയ രാജാവ് ഇറങ്ങി വരും. ദൂതന്മാരുടെ സംഘവുമായി അവൻ മടങ്ങി വരികയാണ്. എന്തിനാണ് അവൻ മടങ്ങി വരുന്നത്? മണവാട്ടി സഭയെ എതിരേൽക്കുവാൻ അവൻ കടന്നു വരാൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എലിയാസറിന്റെ ജോലിയാണ് നടക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ കർത്താവ് പറയാം, ഞാനോ ഉയർത്തപ്പെട്ടാൽ, ഞാൻ പിതാവിന്റെ അടുക്കൽ ചെന്നാൽ, ഹല്ലേലൂയ, ഞാൻ അവരെ ആകർഷിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശേഷം നിമിത്തമാണ് കർത്താവിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയും. നമുക്ക് പറയുന്നുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ള ഇതാകുന്നു സുവിശേഷം. അതൊക്കെ വിശദീകരിക്കണമുണ്ട്. സമയം പോകുമ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. 24-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. യജമാനനെ കുടിക്കാം. 24-18 യജമാനനെ ഞാൻ വേഗോളം കോരി എടുക്കാം എന്ന് പറഞ്ഞാൽ ഈ ആളെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എലിയാസറിന് ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ ഈ റിബേക്ക എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? അപ്പം എലിയാസർ ദൈവത്തോട് ഒരു പ്രാർത്ഥന കഴിച്ചു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ
കർത്താവിനോട് അവൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സ്ത്രീ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ മണവാട്ടി റെബേക്ക കടന്നു വരുമ്പോൾ അവൾ എന്ത് ചെയ്യണം? ഞാൻ അവളോട് വെള്ളം ചോദിക്കുമ്പോൾ അവൾ പറയണം, നിനക്ക് മാത്രമല്ല വെള്ളം, നിന്റെ ഒട്ടകങ്ങളുടെ കുടിപ്പാൻ തരുന്ന കൊടുക്കാമെന്ന് പറയുന്നവരായിരിക്കും നിന്റെ യജമാനന്റെ ഭാര്യ എന്നൊരു അരുളപ്പാട് എലയാസാറിന് ലഭിച്ചത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, റിബേക്ക കടന്നു വരുന്നു. റിബേക്ക പറഞ്ഞത് എന്താണ്? അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചതിന്റെ ഒരു ഫലമാണ്, അല്ലെ? പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ട ഒരു ആലോചനയാണ് എലയാസാർ കൂടെ. അവന്റെ ഒട്ടകങ്ങൾ കൂടെ കുടിപ്പാൻ കൊടുക്കുന്നവളായിരിക്കും നിന്റെ യജമാനന്റെ ഭാര്യ. ഈ ദൈവശബ്ദം അവൻ കേട്ടു. ഈ ദൈവശബ്ദത്തിന് അനുസരണമായി ദൈവഭക്തൻ എന്നതുപോലെ റിബേക്ക വന്നിട്ട് പറയാണ്, ഞാൻ നിന്റെ ഒട്ടകങ്ങൾ കൂടെ വെള്ളം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ദൈവശബ്ദം കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്? ഹല്ലേലൂയ. ദാവീദിന്റെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവന്റെ സുവിശേഷം ഒരു വ്യക്തി കേൾക്കുമ്പോൾ അത് അംഗീകരിക്കുന്നതിൽ കൂടെ, അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ കൂടെ അവൻ ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷേ എലയാസാറിന്റെ ആലോചനയ്ക്ക് അവൾ അത് കാര്യമാക്കാതെ നമുക്ക് പോകാമായിരുന്നു, അല്ലെ? അത് അംഗീകരിക്കാതെ പോകാമായിരുന്നു. അത് യജമാനായ തന്റെ യജമാനെ കുറിച്ച് പറയുന്ന ശബ്ദങ്ങളൊന്നും അവൾ ചൊല്ലിക്കൊള്ളാതെ പോകാമായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, അവൾ ഈ ദൂത് വെളിപ്പെട്ടപ്പോൾ ആ ദൂതിന് മുമ്പിൽ അവളെ സമർപ്പിക്കുന്നു. ഒരു പുതിയ നിയമത്തിൽ രക്ഷയിലേക്ക് വരുന്ന എങ്ങനെയാണ്? മണവാട്ടി സഭയുടെ ഭാഗമായി ഒരാൾ മാറുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുന്ന ദൈവവചനത്തിന്റെ ആലോചനകളെ മടുപ്പ് കൂടാതെ, സാഹചര്യങ്ങളെ നോക്കാതെ അക്സെപ്റ്റ് ചെയ്യുന്ന, പ്രതികൂലം ഉണ്ടായിരിക്കാം, വീട്ടിനകത്ത് പ്രതിസന്ധി ഉണ്ടായിരിക്കാം, വിശ്വാസത്തിലേക്ക് വരുന്നതുകൊണ്ട് സാഹചര്യങ്ങൾ വിരോധമായിരിക്കാം, ചാർച്ചക്കാർ വിരോധമായിരിക്കാം, കൂട്ടുവ്യക്തികൾ വിരോധമായിരിക്കാം, അല്ലെ? അബ്രഹാം തന്റെ പട്ടണമായ ഊരിൽ നിന്ന്, അല്ലെ, വിഗ്രഹങ്ങളുടെ നാട്ടിൽ നിന്നാണ് പുറപ്പെട്ടത്. പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ ആലോചന കേട്ടപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നീ ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറുന്നു. നമ്മൾ അങ്ങനെയാണ് കർത്താവിന്റെ മണവാട്ടിയായി മാറിയത്. കർത്താവിന്റെ സഭയായി നാം മാറിയത് അങ്ങനെയാണ്. ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ സഭയല്ല നമ്മൾ. പല പ്രസ്ഥാനങ്ങളിലൂടെ ഉണ്ട്. എന്നാൽ നാം കർത്താവിന്റെ മണവാട്ടിയാണ്, കർത്താവിന്റെ സഭയാണ്. എങ്ങനെയാണ് നാം കർത്താവിന്റെ സഭയായത്? ആരുടെയൊക്കെയോ തലങ്ങളിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ച ഏതോ ഒരു ദൈവദാസനിൽ കൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ ദൂതിന് മുമ്പിൽ നമ്മെ സമർപ്പിച്ചു. ഹല്ലേലൂയ. വായി കൊണ്ട് ഏറ്റുപറഞ്ഞു, യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. വായി കൊണ്ട് ഏറ്റുപറഞ്ഞു, ജലത്തിൽ അവനെ സാക്ഷീകരിച്ചു. അല്ലേ? അക്സെപ്റ്റ് ചെയ്യുകയാണ് ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ഇഷ്ടത്തെ. മുഖം നോക്കാതെ, സാഹചര്യം നോക്കാതെ, ചാർച്ചക്കാരെ നോക്കാതെ, ചുറ്റുപാടുകളെ നോക്കാതെ ദൈവശബ്ദമാ വെളിപ്പെട്ടതെന്ന് മനസ്സിലായപ്പോൾ, സ്നാനത്തെ കുറിച്ച് മനസ്സിലായപ്പോൾ, കർത്താവേ ഇതാ ഞാൻ സമർപ്പിക്കുന്നെന്ന് പറഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് ഇരുന്ന് ആരാധിക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പൊ ജലത്തിൽ അവനെ സാക്ഷീകരിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടപ്പോൾ ഒരുക്കപ്പെട്ടതുപോലെ എലയാസാറിന്റെ ശബ്ദത്തിന് മുമ്പിൽ റിബേക്ക ഒരുക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒട്ടകങ്ങൾ കൂടെ ഞാൻ വെള്ളം കൊടുക്കാം. ഹല്ലേലൂയ. വെളിപ്പെട്ടത് ഒരു ദൈവശബ്ദമാണെന്ന് മനസ്സിലാക്കി അവളത് തീരുമാനമെടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 47-ലേക്ക് വരാം. ഹല്ലേലൂയ. പ്രവർത്തനങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 47. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ അതിനു മുമ്പ് ഒരുമനപ്പെട്ട് അവർ ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വന്നു. പരിശുദ്ധാത്മാവ് സ്പർശിച്ചപ്പോൾ, അല്ലെ? 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അക്ഷരികമായി ഇറങ്ങി വന്നപ്പോൾ, അഗ്നിജാലം പോലെ പുറത്തുള്ളവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അന്യഭാഷ അതരങ്ങളിൽ വെളിപ്പെട്ടപ്പോൾ, 3000-ലധികം പുരുഷന്മാർ സ്നാനപ്പെട്ടപ്പോൾ, ഇനി അടുത്ത വർഷം ഒരു കൺവെൻഷൻ നടത്താമെന്നാണ് അവർ പറഞ്ഞത്. ഒരു ആനിവേഴ്സറി നടത്തിക്കളെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന്റെ ദിവസത്തിന്റെ അടുത്ത വർഷം ഒരു ആനിവേഴ്സറി നടത്താമെന്ന് പറഞ്ഞത്. അവരെന്ത് ചെയ്തു? ഒരുമനപ്പെട്ടു ദിനം പ്രതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്കൊരു ആഴ്ചയിൽ ഒരിക്കൽ വരാം, നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ 2 മണിക്കൂർ ഇരിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ, അല്ലേ? ഹല്ലേലൂയ. ഇവിടെ ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും അപ്പം നുറുക്കുകയും
സഭയോട് ചേർത്ത്. മനസ്സിലായോ? പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ ഹല്ലേലൂയ, അടുത്ത വർഷം ഇതേ സമയം ഒരു ആനിവേഴ്സറി നടത്തി ആരാധിക്കാമെന്നല്ല അവർ പറഞ്ഞത്. എന്ന് പരിശുദ്ധാത്മാവിനെ തൊട്ടോ ആ നിമിഷം മുതൽ ദിനം പ്രതി ദേവാലയത്തിൽ ചെന്നു, അപ്പം നുറുക്കി, ആരാധന കഴിച്ചു, ദൈവത്തെ പുകഴ്ത്തി. ഹല്ലേലൂയ. അങ്ങനെ ഒരു കൂട്ടത്തെ കണ്ടപ്പോൾ സെൻട്രൽ പാസ്റ്റർ സഭയോട് ചേർത്തെന്നല്ല എഴുതിയിരിക്കുന്നത്, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തു. ഹല്ലേലൂയ. ഏത് സഭയോട്? അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്ന മണവാട്ടി സഭയോട്, ദിനംപ്രതി ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ, അപ്പം മുറുക്കുന്ന ഒരു കൂട്ടത്തെ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട ഒരു കൂട്ടത്തെ അവൻ സഭയോട് ചേർത്തു. മനസ്സിലാണെന്ന് ഞാൻ കരുതുന്നു. ഹല്ലേലൂയ. ഇളയാസന്റെ പദങ്ങളുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്ത റിബേക്ക. മറ്റൊരു കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നു, 23-ാമത്തെ വാക്യം. നീ ആരുടെ മകൾ പറക? നിന്റെ അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാപ്പാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. അവളോട് നാഹോറിന് മിൽക്ക പ്രസവിച്ച മകനായ ബെഥൂവേലിന്റെ മകളാകുന്നു ഞാൻ. തന്റെ ജീവിതത്തെ ഹല്ലേലൂയ ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ അവൾ തയ്യാറായിരുന്നു. തന്റെ കുടുംബത്തെ കുറിച്ചുള്ള അറിവ്, ഹല്ലേലൂയ, തന്റെ ജീവിതത്തെ കുറിച്ചുള്ള അറിവ് പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ, എലയാസാറിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ട് സബ്മിറ്റ് ചെയ്ത ഒരു റിബേക്കയെ പോലെ ദൈവ ശബ്ദം വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, ആ ദിവസം ചെയ്തതുപോലെ ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നെങ്കിൽ അവൻ സഭയെ ചേർത്തുകൊള്ളും. Praise the Lord. അതുകൊണ്ട് കർത്താവിന് ഒരു മണവാട്ടി സഭ ഈ ലോകത്തിലുണ്ട്. പല സംഘടനകളിൽ, പല സഭകളിലൊക്കെ ആരാധിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ കർത്താവിന്റെ കണ്ണിൽ ഒരു മണവാട്ടി സഭയുണ്ട്. Praise the Lord. അവൻ തന്നോട് ചേർത്ത ഒരു കൂട്ടമുണ്ട്. അങ്ങനെയുള്ളവരാണ് അവന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഒത്തിരി വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു വാക്യം കൂടെ വായിച്ചു, കുറെ വിശദീകരിക്കാനുണ്ട്, പക്ഷെ ഒന്നും ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. രാഷ്ട്രത്തിൽ ഒരു വാക്യം കൂടെ വായിച്ചു ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ഇത് ചിന്തിക്കാം. 62-ാമത്തെ വാക്യം കൂടെ വായിച്ച്, എന്നാൽ ഇസ്ഹാക്ക് ഇസ്ഹാക്ക് എന്താ ചെയ്യുന്നത് അല്ലേ? കല്യാണം ഈ കഴിക്കുന്നതിന് മുമ്പ് കല്യാണം ഉറച്ചു വെച്ചിരിക്കുന്ന ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കി. എങ്ങനെയാണ് കല്യാണം ഉറച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ്? ചിലർക്കൊക്കെ ആവില്ല, പെട്ടെന്ന് കല്യാണം നടക്കും. ഈ കല്യാണം ഉറപ്പിച്ചിട്ട് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഒരു 10-15 ദിവസം വരും. ആ ദിവസമായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചത്. അതോ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സന്തോഷം അനുഭവിച്ചത്? ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്തായിരിക്കും അതെങ്ങനെ ചിന്തിച്ചത് അല്ലേ? അപ്പൊ ഈ ഇടയ്ക്കൊരു ഗ്യാപ്പ്. അപ്പൊ ഇസ്ഹാക്കിന്റെ മനസ്സിലുണ്ടായിരിക്കും, ഇസ്ഹാക്കിന്റെ മനസ്സിലുണ്ടായിരിക്കും അല്ലെ, തനിക്ക് വേണ്ടി ഒരു മണവാട്ടിയെ എടുക്കാൻ വേണ്ടി തന്റെ ജനത്തിൽ നിന്നല്ലാത്ത ജാതികളിൽ നിന്ന് എടുക്കരുത് കർത്താവിന്റെ ആലോചനയുണ്ട് അല്ലെ. തന്റെ കൂട്ടത്തിൽ നിന്ന് എടുക്കാവോ, തന്റെ ജനത്തിൽ നിന്ന് എടുക്കാവോ മണവാട്ടി. അപ്പൊ മണവാട്ടി എടുക്കാൻ വേണ്ടി എലയാസ് എന്ത് ചെയ്യുക? പുറപ്പെടുക. അപ്പൊ എലയാസിന്റെ വരവ് നോക്കിയിട്ടായിരിക്കുക. ഓ, ഇസ്ഹാക്ക് ഇരിക്കുക അല്ലെ. കല്യാണം കഴിക്കാൻ പോകുന്ന ആള്, നിങ്ങളാരും മറ്റേ പെണ്ണാണ് പോയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് എങ്ങനെ ഉണ്ട് അല്ലെ, കാണാൻ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ഇസ്ഹാക്ക് എന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നു? അവന് വീട്ടിലിരിക്കാൻ എവിടെ ചെന്നു? അത് ധ്യാനിക്കാനോടാ പോയത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. തന്റെ മണവാട്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തനിക്ക് പറ്റിയ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ ഒരുമിച്ച് സ്തുതിക്കാൻ കഴിയുന്ന, തലമുറകൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മണവാട്ടി എനിക്ക് ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള മണവാട്ടികൾ ലഭിച്ചവരെന്ന് സ്വന്തം ചെയ്തേ. പ്രൈസ് ഗോഡ്. എനിക്ക് ആത്മീയമായി ഉയരേണ്ടതിന്, എനിക്ക് ആത്മീയമായി വർദ്ധിക്കപ്പെടേണ്ടതിന് എന്റെ പിതാവായ അബ്രഹാം ആരാധിച്ച ദൈവം, ആ ദൈവത്തെ എനിക്ക് തലമുറകളോട് ചേർന്ന് ആരാധിക്കേണ്ടതിന്, എനിക്ക് ഭാര്യയെ സ്വീകരിക്കാൻ പോകുന്നത് കൊണ്ട് അവൻ പ്രാർത്ഥിക്കാൻ പോയി. പ്രൈസ് ദി ലോർഡ്. ധ്യാനിപ്പാൻ വെളിപ്രദേശത്ത് പോയി. പ്രൈസ് ഗോഡ്. അവൻ തലമുക്കി
തലപൊക്കി നോക്കി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചതിന് ശേഷം തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റിബേക്കയും തലപൊക്കി നോക്കി. ഇസ്ഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി. ആ സീൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഓർത്തിട്ട് വായിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു കവിക്കും വിശദീകരിക്കാൻ കഴിയാത്ത, ഒരു ചിത്രരചനക്കാരനും വരച്ചിടാൻ കഴിയാത്ത ഒരു കാഴ്ചയാണിത്. പ്രാർത്ഥിക്കുന്ന ഒരുവൻ, ഹല്ലേലൂയ, ധ്യാനിച്ച ഒരുവൻ തന്റെ മണവാട്ടിയെ കാണുവാൻ ഹല്ലേലൂയ തലപൊക്കി നോക്കുന്ന കാഴ്ച. ഹല്ലേലൂയ, തന്റെ മണവാട്ടി ഹല്ലേലൂയ ഒട്ടകങ്ങളിൽ അവനെ ഹല്ലേലൂയ കടന്നു വരുന്ന ഒട്ടകങ്ങളിൽ നിന്നിറങ്ങി അവനെ സ്വീകരിപ്പാൻ പോകുന്ന കാഴ്ച. ഹല്ലേലൂയ, എത്ര മനോഹരമായ ഒരു കാഴ്ചയാണത് അല്ലേ? ശ്രദ്ധിച്ചാണ് വായിച്ചത്. റിബേക്കയും തലപൊക്കി നോക്കി ഇസ്രായേലിനെ കണ്ട് ഒട്ടകത്തിൽ നിന്ന് ആ വാക്കിനോട് ശ്രദ്ധിച്ച് അതുകൂടെ വായിച്ച് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. അവൾ ദാസനോട് വെളിപ്രദേശത്ത് അവന് നടന്ന് ഒട്ടകത്തിന്റെ പുറത്ത് പോകുമ്പോൾ ഹല്ലേലൂയ മണവാട്ടിയായി അതിനു മുമ്പ് ഈ എലയാസർ അവളെ സ്വീകരിക്ക് വരും. എലയാസറിലൂടെ പോകുന്ന ഭാഗമൊക്കെ ഉണ്ടെന്ന് എനിക്ക് ധ്യാനിക്കണമെന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ അവസാന ഭാഗത്തേക്ക് വന്നത്. അപ്പോൾ ഈ ഒട്ടകത്തിൽ അവൾ വരുമ്പോൾ ദൂരെ നിന്നൊരു കാഴ്ച കാണുക. പ്രാർത്ഥിച്ച ഒരു ദൈവപുരുഷൻ, വെളിപ്രദേശത്ത് ധ്യാനിച്ച ഒരു ദൈവപുരുഷൻ, അവൻ തലപൊക്കി നോക്കി കടന്നു വരുമ്പോൾ ഒട്ടകത്തിൽ ഇരുന്ന റിബേക്ക ഒരു കാഴ്ച കാണുകയാണ്. വെളിപ്രദേശത്ത് നമ്മെ എതിരേറ്റ് വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന് എലയാസർ പറയുകയാണ്, അതാണ് എന്റെ യജമാനൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂരെ നിന്നൊരു കാഴ്ച കാണുകയാണ്. ഒരുവൻ തനിക്കായി കടന്നു വരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തലപൊക്കി നോക്കിയപ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. വെളിപ്രദേശത്ത് എന്നെ എതിരേറ്റ് വരുന്ന ഒരു പുരുഷൻ. പ്രൈസ് ദി ലോർഡ്. അവൻ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. തന്റെ യജമാനനെ സ്വീകരിപ്പാൻ. പഴയ നിയമകാലത്ത് ഭർത്താവിനെ വിളിച്ചിരുന്നത് എന്താണെന്ന് അറിയാവോ? യജമാനനെ. പ്രൈസ് ദി ലോർഡ്. സാറ അബ്രഹാമിനെ വിളിച്ചിരുന്നത് അങ്ങനെ വിളിക്കുന്നുണ്ടെന്ന് കൈ ഉയർത്തി, യജമാനനെ. പ്രൈസ് ദി ലോർഡ്. തന്റെ യജമാനൻ വരുന്നത് കണ്ടപ്പോൾ ഹല്ലേലൂയ റിബേക്ക ആ ഒട്ടകത്തിൽ ഇറങ്ങി. ഒരുവൻ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ തന്റെ മണവാട്ടിയെ സ്വീകരിക്കുവാൻ, ധ്യാനത്തോടെ തന്നെ മണവാട്ടിയെ സ്വീകരിക്കുവാൻ ഒരുക്കത്തോടെ തലപൊക്കി നോക്കിയപ്പോൾ ഹല്ലേലൂയ വെളിപ്രദേശത്തിൽ തന്നെ സ്വീകരിപ്പാൻ വരുന്ന മണവാട്ടി അവനെ എതിരേൽപ്പാൻ ഒട്ടകത്തിൽ ഇറങ്ങി. ഇതാ ഹല്ലേലൂയ തെസ്സലോനിക്ക ലേഖനത്തിൽ നാം എപ്പോഴും വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിച്ചവർ അവനോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവസന്നിധിയിലാണ് നാം ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇസ്ഹാക്ക് പ്രാർത്ഥനയോടെ ഹല്ലേലൂയ വെളിപ്രദേശത്ത് ധ്യാനത്തോടെ തന്റെ മണവാട്ടിയായിരുന്ന റിബേക്കയെ സ്വീകരിക്കുവാൻ പോയതുപോലെയാണ് യേശു കർത്താവ് വാനമേഘത്തിൽ വരാൻ പോവുകയാണ്. എലയാസറിനാൽ ഒരുക്കപ്പെട്ട റിബേക്കയെ പോലെ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെടുന്ന മണവാട്ടി സഭയെ സ്വീകരിപ്പാൻ ഹല്ലേലൂയ വാനമേഘങ്ങളിൽ ഒരുവൻ വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേർക്ക് കേൾക്കുന്ന സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നാം ഇവിടെ കൊണ്ട് തീർന്നു പോകുന്നവരല്ല, നാം ഇവിടെ കൊണ്ട് കഴിഞ്ഞു പോകുന്നവരല്ല. മരണത്തോടു കൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ ജീവിതത്തോടു കൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമുക്ക് ഒരു മണവാളനുണ്ട്, നമ്മെ പ്രാർത്ഥനയോട് നോക്കിക്കൊണ്ടിരിക്കുന്ന, പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെടുന്ന മണവാട്ടി സഭയെ സ്വീകരിക്കുവാൻ ഹല്ലേലൂയ ഇസ്ഹാക്കിനെ പോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട്. എത്ര വലിയ സന്തോഷമുണ്ട്. അവൻ വാനമേഘത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാണ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാണ് ദൂതുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാണ് മടങ്ങി വരാൻ നമ്മോട് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാണ് കൃപാവരങ്ങൾ പകരുന്നത്. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാണ് അന്യഭാഷ തരുന്നത്. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാണ് പ്രവചന ശബ്ദം തരുന്നത്. ഹല്ലേലൂയ. ഇസ്ഹാക്ക് ഹല്ലേലൂയ എലയാസർ റിബേക്കയെ ഒരുക്കിയെടുത്തതുപോലെ ഹല്ലേലൂയ ഇസ്ഹാക്കിന് വേണ്ടി ഒരുക്കിയെടുത്തതുപോലെ
എന്റെ പ്രിയൻ വാരിൽ നിന്നെഴുന്നള്ളിയിടുന്ന മാറ്റോ